ഒന്ന് തുടരുക. ബെന്നി ബെഹനാൻ എം പി നമുക്കൊപ്പമുണ്ട്. ശ്രീ എം പി, പെരുമ്പാവൂരിലെ സ്ഥിതി ആശങ്കാജനകമാണ്. 180-ലധികം പേർക്ക് ഒരു ഇടത്തുനിന്ന് തന്നെ രോഗബാധ സ്ഥിരീകരിച്ചു. ജനപ്രതിനിധികൾ എന്ന രീതിയിൽ നിങ്ങളുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ് അവിടെ ഉണ്ടായത്? വളരെ താങ്കൾ സൂചിപ്പിച്ച വളരെ ആശങ്കാജനകമാണ്. ഞങ്ങൾ ഇന്നലെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് കാര്യം നീ പറഞ്ഞതുപോലെ 180ഓളം ആളുകൾ ആശുപത്രിയിൽ കഴിയുന്നു. 2 പേർ മരിച്ചു. 4 പേരുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് ഒരു രോഗി കിടക്കുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നാണ് ഇത് പടർന്നത്. അവിടുത്തെ ഒരു ശുദ്ധജല വിതരണ പദ്ധതിയുണ്ട്. അവിടെ ക്ലോറിനൈസേഷൻ നടന്നില്ല. ആ ക്ലോറിനൈസേഷൻ നടക്കാത്തത് കൊണ്ടാണ് ഈ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായതെന്ന് മെഡിക്കൽ ഓഫീസേഴ്സ് DMO അടക്കമുള്ള ആളുകൾ പറയുന്നു. പക്ഷെ അതിന്റെ നിർഭാഗ്യകരമായ സംഭവം അത് ഉൾക്കൊള്ളാൻ വാട്ടർ അതോറിറ്റിക്കാർ ഇതുവരെയും തയ്യാറാകുന്നില്ല. ഇന്നലെ ഞാനും MLA പഞ്ചായത്ത് പ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഒക്കെ കൂടിയ യോഗത്തിൽ വെച്ച് പോലും ഇതിന്റെ കാരണക്കാർ അവരാണെന്ന് സമ്മതിക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും വ്യാപകമായി അസുഖം പടർന്നു പിടിക്കുമ്പോൾ ഇനി അത് പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി ആദ്യം ആലോചിക്കണം. അതിന് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ വെള്ളം എടുക്കുന്ന പമ്പ് സ്ഥലത്ത് നിന്നുള്ള ക്ലോറിനൈസേഷൻ ശരിയാക്കണം. 2, ഈ പൈപ്പുകൾ 10-40 വർഷം പഴക്കമുള്ള പൈപ്പിലൂടെയാണ് വെള്ളം പോകുന്നത്. ആ പൈപ്പുകൾ പലയിടത്തും പൊട്ടി ആ വെള്ളം മലിനജലം വീണ്ടും ഈ പൈപ്പിലൂടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എടുത്ത തീരുമാനം 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ഈ പൈപ്പുകൾ കേടുവന്ന പൈപ്പുകൾ അത് നന്നാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഇന്നലെ DMO പറഞ്ഞത് ഒരു വാക്സിനേഷൻ ഉണ്ട്. പക്ഷെ ആ വാക്സിനേഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. അതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടും അതിന്റെ വാക്സിനേഷൻ എത്രമാത്രം അത് പ്രയോജനകരമാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള തീരുമാനമില്ല. എന്നാൽ പോലും ആ വാക്സിനേഷൻ കൊടുക്കുക എന്നതാണ് ഇത് പ്രതിരോധ നടപടിയിലുള്ളത്. ആ വാക്സിനേഷൻ അവൈലബിൾ ആക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി പലരും പാവപ്പെട്ട രോഗികളാണ്, വളരെ പാവപ്പെട്ട ആളുകളാണ്. അവർക്ക് വളരെ ചെലവുള്ള ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് സാമ്പത്തിക സഹായം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ രക്ഷാധികാരികളും ഞാനും MLA ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാധികാരികളും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൺവീനറുമായിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വീടുകളിൽ പോയി എല്ലാ വാർഡുകളിലും വീടുകളിൽ പോയി ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തണം. കാര്യം അതും വേണം. ആളുകൾ ഇത് പടർന്ന് ബദലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം വേണം. അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വളരെ ഗുരുതരമാണ് ഈ അവസ്ഥ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന്റെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തും. അതിന്റെ കുറ്റവാളികളുടെ പേരിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ വേണം. 2, വാക്സിനേഷൻ അവൈലബിൾ ആക്കണം. 3, ഈ മരിച്ച ആളുകൾക്ക് അവരുടെ വീട്ടിന് സാമ്പത്തിക സഹായം നൽകണം. രോഗികളായി കിടക്കുന്ന ആളുകൾക്കും ഗുരുതരമായ രോഗികളായി കിടക്കുന്ന ആളുകൾക്കും സാമ്പത്തിക സഹായം തയ്യാറാക്കണം. ഇത്രയും കാര്യങ്ങളാണ് താൽക്കാലികമായിട്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്കറിയാം, മഞ്ഞപ്പിത്തമായതുകൊണ്ട് ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഉറവിടം ഇതിന്റെ രോഗമുണ്ടായതിന്റെ ഉറവിടം കണ്ടുപിടിച്ചുവെങ്കിലും നമുക്ക് ഇനിയും ഇത് പടർന്ന് പന്തലിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുത്ത് അതിന് സംസർഗത്തിലൂടെയും മറ്റും ഇത് പടർന്ന് പന്തലിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ കൂടി എടുക്കണം എന്ന് ഇന്നലെ കൂടിയ DMOയുടെ സാന്നിധ്യത്തിൽ കൂടിയ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിച്ചത്. ശരി, എന്തായാലും വളരെ നന്ദി MP പ്രതികരിച്ചതിന്. നവമി തുടരുന്നു.